person, listener. അല്ലല്ല, To unlock human potential. കീ ഉണ്ടോ കയ്യില്? കീ ഉണ്ട്. കാണിക്ക്. ഞാനാണ് ആ കീ. ഞാനിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ തേടി പിടിച്ച് നടക്കും. തേടി പിടിച്ച് നടന്നിട്ട് അൺലോക്ക് മൈ പൊട്ടൻഷ്യൽ. Unlock my potential. You are already unlocked, man. No, I'm not unlocked. There's a lot of potential in me which is not unlocked. Of course Naila Usha. എനിക്ക് വെള്ളി കേൾക്കുമ്പോഴേ ഒരു ലാലു അലക്സ് അല്ലേ? I am Naila Usha. Okay, എന്നെ പുകഴ്ത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്റെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനാ പറഞ്ഞത്. നൈല ഉഷയുടെ പൊട്ടൻഷ്യൽ ഞാനതിനെ അൺലോക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾറെഡി അൺലോക്ഡ്. കാരണം നൈല ഉഷ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് താങ്കളുടെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, I want to become famous. പണ്ടും ചോദ്യം എന്ത് ഉത്തരം എന്ത് ഫയർ എത്ര അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതായിരുന്നു മാമിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒരുപാട് ആങ്കേഴ്സിനെ റിയൽ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ലേ? ഉണ്ട്. അടുത്ത് പരിചയപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ആഗ്രഹം വന്നത്, എനിക്ക് ഒരു ആങ്കർ ആവണം, ഇവരെ കാട്ടി നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ടായിരിക്കണമല്ലോ ഇതിൽ അപ്ലൈ ചെയ്തത്. ഇവരെക്കാട്ടിലും നന്നായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇല്ലില്ല, ഇവരെക്കാട്ടി നന്നായി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇല്ല. എന്റെ ഒരു യൂണിക്നെസ് എന്തെങ്കിലും സാധനം കൊണ്ടുവച്ച് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാനിപ്പോ ഏത് ഫീൽഡിൽ പോയാലും മറ്റൊരാളെ കാട്ടി നന്നായിട്ട് അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും, ട്രൈ ചെയ്യും. തനിക്ക് ആഗ്രഹം പോലും ഇല്ല? ഇല്ല, എനിക്ക് ആഗ്രഹമില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഡെസ്പറേറ്റ് ആവും. ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും കാട്ടിക്കൊടും. ഇപ്പം ഈ ആങ്കർ, ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നു, അതെന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നി ഞാൻ സംസാരിക്കുന്ന. പക്ഷെ അതല്ലാതെ ഞാൻ വേറൊരാളെ എന്തിനെ കുറിച്ച് സംസാരിക്കണമെന്നും അറിയില്ല. കുറച്ച് ഒരു ആങ്കർ ഞാൻ ആങ്കറിയാണ് ഇപ്പോ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതെന്താന്നറിയാമോ, ഈ ആ ഒരു ടെൻഷൻ കിടക്കുന്നോണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തീർത്തിട്ടങ്ങ് പോയാൽ മതി. കൈവെള്ളയിൽ കിടന്ന് വളർന്ന ആങ്കേഴ്സ് ആണ്, ആ ഒരു ഭാവം ഉണ്ട് ആൾക്ക് അല്ലേ? ഇല്ല ഒരിക്കലില്ല. അതിനിടയ്ക്ക് കേറി വന്നോളൂ, ആരൊക്കെയാ ഇരിക്കുന്നത്, ഓ മൈ ഗോഡ് അതെന്തൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ ആരൊക്കെയാ ഉള്ളത് ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞ ഇത് ആരെ നടത്തുന്ന ഷോ അങ്ങനത്തെ ഒരു കാര്യം അറിയത്തില്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഇവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണോ, പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്, എന്തുകൊണ്ട്, എന്താ എഴുതിയത്? സ്വിറ്റ്സർലൻഡ് ആണെന്ന് തോന്നുന്നു. അതിന് ആദ്യം യഥാർത്ഥത്തിൽ മനസ്സിൽ നിന്ന് വന്ന് എഴുതിച്ചത് ഏതാ? മനസ്സിൽ നിന്ന് വന്ന് എഴുതിച്ചത് ഞാൻ പോയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇടുക്കി. ഇടുക്കി എഴുതിയിട്ട് അത് വെട്ടി. അന്ന് ഇടുക്കിക്ക് ഒരു പവർ ഇല്ല, എഴുതി വെട്ടി. അല്ലല്ല, സ്വിറ്റ്സർലൻഡ്. എന്നിട്ട് സ്വിറ്റ്സർലൻഡ് അത് ഒരു വൈബാണ് ആ സ്ഥലം. നമ്മൾ അങ്ങ് മെൽറ്റ് ആയി പോകും. അതെന്നാന്നറിയോ, സ്വിറ്റ്സർലൻഡിൽ നീ എവിടെ മെൽറ്റ് ആയത്? അത് പറഞ്ഞിട്ട് അതല്ല അത് സത്യം പറഞ്ഞ ആളുകളായിട്ടൊരു മല അത് കോപ്പി പേസ്റ്റ് അടിച്ചതാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇടുക്കിയല്ല എഴുതിയത്. അപ്പൊ ഇടുക്കിയുടെ ഇപ്പുറത്താണ് എഴുതിയത് ഇടുക്കി ഒരു വൈബാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മെൽറ്റ് ആയി പോകുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമല ആന്റണി ഇവിടെ വല്ല കൈക്കൂലി എടുത്ത് കയറിയതാണോ ഇപ്പൊ ഈ റൗണ്ടിലേക്ക്?